മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ശ്രീനിവാസനിനി ഓർമ്മ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ ഉദയംപേരൂർ കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ നടന്നു. സിനിമാ, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ നിരവധി പേർ ശ്രീനിവാസനെ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. അരനൂറ്റാണ്ടുകാലം മലയാള സിനിമയെ ചിരിയും ചിന്തയും കൊണ്ട് സമ്പന്നമാക്കിയ ശ്രീനിവാസന് നാട് കണ്ണീരോടെ വിട നൽകി. സിനിമാ, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്തെ നിരവധി പേർ ഇന്നും ശ്രീനിവാസനെ അവസാനമായി കാണാൻ വീട്ടിലെത്തി. തമിഴ് നടൻ സൂര്യ, ദിലീപ്, പൃഥ്വിരാജ്, ജഗദീഷ്, ലാൽ, കുഞ്ചാക്കോ ബോബൻ, മുകേഷ്, നിവിൻ പോളി, മന്ത്രി പി പ്രസാദ് തുടങ്ങിയവരും വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. RSS ക്ഷേത്രീയ കാര്യകാരി അംഗം PR ശശിധരൻ, പ്രാന്തപ്രചാർ പ്രമുഖ് M ഗണേശൻ, RSS വിശേഷ സമ്പർക്ക് പ്രമുഖ് M ജയകുമാർ എന്നിവർ ശ്രീനിവാസന് വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. സിനിമയിലൂടെ മലയാളികളെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത ശ്രീനിവാസന്റേത് സമൂഹത്തിന് മാതൃകയായ ജീവിതമായിരുന്നുവെന്ന് PR ശശിധരൻ അനുസ്മരിച്ചു. മഹാനടനായ ശ്രീനിവാസൻ അദ്ദേഹം തന്റെ സിനിമകളിലൂടെ മലയാളികളെ ചിരിപ്പിക്കുക മാത്രമല്ല ചിന്തിപ്പിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഒരു സാമൂഹ്യമായ വലിയൊരു മാതൃക മലയാളികൾക്ക് പിന്തുടരാനായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നൽകി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഔദ്യോഗിക ബഹുമതികളോടെ കണ്ടനാട്ടെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാരം. എന്നും എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ എന്ന് എഴുതിയ പേപ്പറും പേനയും സംവിധായകൻ സത്യൻ അന്തിക്കാട് ശ്രീനിവാസന്റെ ഭൗതികദേഹത്തിൽ സമർപ്പിച്ചു. മൂത്തമകൻ വിനീത് ശ്രീനിവാസൻ 12 മണിയോടെ ചിതയ്ക്ക് തീ കൊളുത്തി. തുടർന്ന് കണ്ടനാട് സെന്റ് മേരീസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ സത്യൻ അന്തിക്കാട്, മുകേഷ്, ടിനി ടോം, ലക്ഷ്മിപ്രിയ, രഞ്ജി പണിക്കർ, മന്ത്രി പി പ്രസാദ് തുടങ്ങിയവർ ശ്രീനിവാസനെ അനുസ്മരിച്ചു. ജനം, കൊച്ചി.